നമസ്കാരം. മുസ്ലിം ലീഗ് മതേതരമാണോ? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജാതിമത ഭേദമന്യേ കുറേയൊക്കെ വോട്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് കിട്ടി. 27 സീറ്റിൽ മത്സരിച്ചു. 22 സീറ്റ് അവർക്ക് കിട്ടി. വലിയ മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നു. അതൊരു മുഖംമൂടി മാത്രമാണോ? മുസ്ലിം ലീഗ് ശരിക്കും മതേതരമാണോ? എന്തായാലും അങ്ങനെ അല്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അവരുടെ പൂർവ്വകാല ചരിത്രവും അങ്ങനെ തന്നെയാണ്. ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി, ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം മലബാറിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നേതാവാണ്, ഇടതുപക്ഷ നേതാവാണ്, CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. 1946 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അതൊക്കെ കേട്ട് വളർന്നതാണ്. അന്ന് മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യത്തിൽ ആദ്യം വിളിക്കുക ഹമാരെ തക്ബീർ അല്ലാഹു അക്ബർ എന്നാണ്. എന്നിട്ട് രണ്ടാമത് പറയും മുസ്ലിം ലീഗ് സിന്ദാബാദ്, പാകിസ്ഥാൻ കിട്ടിയേ തീരൂ, പാകിസ്ഥാൻ ഇല്ലെങ്കിൽ ഖബറിസ്ഥാൻ. സ്വാതന്ത്ര്യ സമര കാലത്തിന് മുൻപുള്ള മുസ്ലിം ലീഗ് അല്ല ഇപ്പോഴുള്ളത് എന്നാണ് സാധാരണ അവർ വാദിക്കാറ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സീതി സാഹിബ്, പാലോളി മുഹമ്മദ് കുട്ടി പേരെടുത്ത് പറയുന്നു സീതി സാഹിബിൻ്റെ പ്രസംഗങ്ങൾ എപ്രകാരമുള്ളതായിരുന്നു എന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ഡോക്ടർ മുനീറിൻ്റെ പിതാവായിട്ടുള്ള CH മുഹമ്മദ് കോയ, കേരളത്തിൻ്റെ താൽക്കാലിക മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള CH മുഹമ്മദ് കോയ, അദ്ദേഹം 1927 ജനിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് കേവലം 20 വയസ്സ് പ്രായമാണ്. അതിനു മുമ്പ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ, കൗമാര കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ നോക്കൂ, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യ വിഭജിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ, അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എല്ലായിടത്തും പോയി പ്രസംഗിച്ചിരുന്നു. ഇവർക്ക് സ്വാധീനം കിട്ടുവാനും പിന്തുണ ലഭിക്കുവാനും വേണ്ടി മുസ്ലിം കേന്ദ്രങ്ങളിൽ. അതുപ്രകാരം മലബാറിൻ്റെ പല ഗ്രാമങ്ങളിലും മുഹമ്മദ് അലി സഹോദരന്മാർ പ്രസംഗിച്ചിരുന്നു. ഉറുദുവിലായിരുന്നു അവരുടെ പ്രസംഗം. ആ ഉറുദു ഹിന്ദി പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിരുന്നത് ഈ CH മുഹമ്മദ് കോയയായിരുന്നു. അവരൊക്കെയാണ് മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരായി സീതി ഹാജിയെയും CH മുഹമ്മദ് കോയയെയും ഇന്ന് അവതരിപ്പിക്കുന്നത്. അവരുടെ പിൻതലമുറ തന്നെയാണ് മുസ്ലിം ലീഗ്. ഈ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ് എന്ന്. പക്ഷെ ആ ചത്ത കുതിരയെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ജീവിപ്പിച്ചത് ഇന്ന് വലിയ ഈ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അടക്കം നേതാവായിട്ടുള്ള EMS ആണ്. അവർക്ക് ഒരു പൊതു സ്വീകാര്യത നൽകിയത് CPM ആണ്. അതിനുശേഷം ഇപ്പോൾ നാണം കെട്ട രീതിയിൽ നെഹ്റുവിൻ്റെ പിൻഗാമികൾ അവരുടെ ചുമലിൽ കൈയിട്ട് നടക്കുന്നു. കേവലം 4 വോട്ടിന് വേണ്ടി എന്ത് നെറുകേടും കാണിക്കാമെന്ന്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഒരു ആഗോളപരമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. അത് വലിയ അപകടമാണ്. സാധാരണയായിട്ടുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പോലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന തരത്തിലുള്ള വെറുപ്പ് അവരോട് പൊതുസമൂഹം കാണിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആധിപത്യ സ്വഭാവം മൂലമാണ്. പതുക്കെ കേരളത്തിൽ വലിയ ആധിപത്യം അവർ നേടുകയാണ്. ഇടതിനെയും വലതിനെയും തന്ത്രപൂർവ്വം അവരുടെ വോട്ട് ബാങ്ക് കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് അത് നേടുക തന്നെയാണ്. പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു വാക്കുകൂടി നമുക്ക് നേടൽ കേൾക്കാം. സീതി സാഹിബ് അയാളെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? കോട്ടപ്പടി മൈതാനിയിൽ 46 അന്ന് മുസ്ലിം ലീഗ് അങ്ങനെ നിരന്തരമായിട്ട് പ്രക്ഷോഭമായിട്ട് നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് അയാളുടെ പ്രസംഗമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം ഇവിടെ ഹിന്ദുക്കളുടെ ഭരണമാണ് വരാൻ പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നത് എന്നല്ല പറയുന്നത്, ഹിന്ദുക്കളുടെ ഭരണം. ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത് 1990-കളിലെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷമാണെന്നാണ് പറയുന്നത്. തർക്കമന്ദിരം തകർത്തതിന് ശേഷമാണ് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നാണ് പറയുന്നത്. 1921 നമ്മളോട് അങ്ങനെയല്ല പറയുന്നത്. അതിനു മുമ്പ് ഒരുപാട് വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായ കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് തന്നെ ഉണ്ടായ കാര്യങ്ങൾ, ഭഗൽപൂർ കലാപം തുടങ്ങി അങ്ങനെ ഒട്ടനവധി കലാപം ഇവിടെ ഉണ്ടായതൊന്നും സംഘപരിവാർ ഉണ്ടായിട്ടല്ല. ഈ രാജ്യത്ത് വിഭജനത്തിന് ശേഷം, ആ വിഭജനവാദം മുസ്ലിം ലീഗ് ഉയർത്തിയതിന് ശേഷമാണ് ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് പാലോളി പറയുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ കബന്ധങ്ങൾ
തീവണ്ടിയിലൂടെ ഭാരതത്തിലേക്ക് വന്നിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ അയൺമാൻ എന്ന് വിളിക്കുന്ന LK അദ്വാനി പോലും, അദ്ദേഹം കറാച്ചിയിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ എല്ലാം നഷ്ടപ്പെട്ടു, കൺമുന്നിൽ ഇല്ലാതെയായി. അദ്ദേഹം പോലും അവിടെ നിന്ന് അഭയാർത്ഥിയായി ഇന്ത്യയിലേക്ക് വരേണ്ട, പിറന്ന മണ്ണിൽ അഭയാർത്ഥിയായി വരേണ്ട ഒരു ഗതികെട്ട ഒരു മനുഷ്യനാണ് അദ്വാനി അടക്കം. അത്തരം ഒരുപാട് പേരുടെ സങ്കടങ്ങൾ, അവരുടെ ദേഷ്യങ്ങൾ അതൊരു വർഗീയ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൽ നിന്ന് മതേതര മുഖംമൂടി, മനുഷ്യത്വ മുഖംമൂടി അണിഞ്ഞു വരുമ്പോൾ അതിനൊരു പൊതു സ്വീകാര്യത കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവരെ തിരിച്ചറിയണമെന്ന് തന്നെയാണ് പറയുന്നത്. പാലോളിയുടെ ഒരു വാക്കുകൂടി നമുക്ക് കേൾക്കാം. ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപം ശക്തിയായിട്ടുണ്ടായി, 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ ഹിന്ദുക്കളെ മുഴുവനും മറ്റൊരു പാകിസ്ഥാൻവാദികൾ കൊന്നു. അദ്വാനി അടക്കം അവിടുന്ന് അഭയാർത്ഥിയായിട്ട് ഇവിടെ വന്നപ്പോൾ കുടുംബത്തിലുള്ള പലരും നഷ്ടപ്പെട്ടതാണ്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപം ആരംഭിക്കുന്നത് പാകിസ്ഥാൻ വാദത്തോടു കൂടിയാണ്. അതിന് മുമ്പ് വർഗീയ കലാപമില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയല്ലേ മുസ്ലിം ലീഗ്. ഞങ്ങൾ ചോദിച്ച ചോദ്യം അവർക്ക് ഇപ്പോഴും ആ ഒരു ജനസമ്മതി ഇപ്പം അവർക്ക് അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അവരുടെ മനസ്സതാണ്. അങ്ങനെയുള്ള വർഗീയ ശക്തികളെ ഇപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അവരൊക്കെ കൂട്ടുപിടിച്ച് വോട്ട് വാങ്ങി അധികാരം നേടുക. 22 MLA ജയിച്ചു എന്ന് പറയുമ്പോഴേ ജനങ്ങളും അപ്പൊ അതിനെ അവർക്ക് പിന്തുണ നൽകി എന്നുള്ളതല്ലേ? അതേ, ജനങ്ങളെ സത്യം മറച്ചു വെച്ചിട്ടല്ലേ, വസ്തുത മറച്ചു വെച്ചിട്ടല്ലേ ചോദിക്കുന്നത്, വോട്ട് ചോദിക്കുന്നത്. അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടി അമ്മയെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നവന്റെ സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. ആശയങ്ങൾക്കപ്പുറം ആമാശയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അത്തരം ആളുകൾ അധികാരത്തിന് വേണ്ടി എന്ത് നെറുകേടും ചെയ്യും എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് ഇവിടെ ഒരു വലിയ മതേതര മുഖച്ഛായ കിട്ടുന്നത്. അവരുടെ പൂർവ്വകാല ചെയ്തികൾ ഈ രാജ്യത്തെ വിഭജിച്ചത് തന്നെയാണ്. ഈ രാജ്യത്തെ വിഭജിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്, മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വിമർശിച്ച, മതമാണ് കാര്യം എന്ന് പറയുന്നത്, പ്രധാനം മതമാണെന്ന് പറയുന്ന 9 വർഷത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ഈ അധികാരം തിരിച്ചു പിടിക്കുന്നതിലൂടെ ഞങ്ങൾ നേടും എന്ന് പറയുന്ന പതിറ്റാണ്ടുകൾ, സംവത്സരങ്ങളായിട്ടുള്ള പ്രക്രിയകളിലൂടെ പല ആളുകളും വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾ, സംവത്സരങ്ങളുടെ പ്രക്രിയയിലൂടെ ആർജിച്ചെടുത്ത സമൂഹങ്ങൾക്കിടയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൻ്റെ ബലത്തിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നികുതി പണത്തിൽ നിന്നും എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ, പൊതു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ ശമ്പളം കൊടുക്കേണ്ട അവസ്ഥ, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു കച്ചവടം പോലെയാക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനെ വളം വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഈ കേരളം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കേവലം ഈ രാജ്യത്തെ വിഭജിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാവൽ നായ്ക്കളാവുക, ഉറങ്ങാതെ ജാഗരൂകരായി ഈ നാടിനെ ഒരു താലിബാനിസത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം വീഡിയോകൾ ഇനിയും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സഭ്യമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.